He never fails me. ചെറിയൊരു നാമത്തിനും അതോടൊപ്പം ചെറിയൊരു ചിന്തയ്ക്കും വേണ്ടി ചില വർത്തമാന സാഹചര്യങ്ങളുമായി കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചെറിയ സ്കിറ്റിലെ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു 10 കന്യകമാർ ഞങ്ങളിലൂടെ അല്ല, നിങ്ങളിലൂടെ അല്ല, നമ്മളിലൂടെ. നമ്മളിപ്പോ താമസം കൊടുക്കും വേഗമാ പറഞ്ഞത് വേറെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞെടുക്കുമല്ലോ. ഇനി നമുക്ക് മുമ്പെങ്ങനെ അടുത്ത് പോയി കാണും? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ ഇവിടെ കാണാനുണ്ടല്ലോ. ഇനി അവരെന്തെങ്കിലും വരാതിരിക്കുമോ? എനിക്കെന്തോ പേടി തന്നെ. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ ആ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മറന്നുണ്ടാവുന്നാലോ? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി ട്രെയിൻ തരുന്നത് വരെ നമുക്ക് പാട്ട് പാടി സ്തുതിക്കാം. എത്ര നേരമായി അങ്ങനെ വിളിക്കുന്നു? ചെവി ഇരുണ്ട അയ്യമ്മ കേട്ടില്ലെന്നേ. താമസിച്ചത് അതൊന്നും നല്ലത്. ഇതൊന്നും കാരണം ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഇതറിഞ്ഞെന്നെ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളമേള വിട്ട് വന്നിരിക്കുന്നത്? നമ്മളോട് മറ്റു രണ്ടെണ്ണത്തിനെ കണ്ടില്ലല്ലോ. പിന്നെന്തായിരുന്നു പുതിയ ജോലിക്കാര്? ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ലെന്നേ. പിന്നെ എല്ലാ ആപ്പിൾ പറയാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? എക്സ്പീരിയൻസ് ഡേ. രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയിൽ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എൻ്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമല്ലോ. എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മാറ്റി ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യും. നീ ആദ്യം ഇത് പറ. ചാനലിൽ ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും ഫാൻസ് താഴെ പിന്നെ മണ്ണോട് വേറെയോ? എന്നൊരു ക്യാപ്ഷൻ കേട്ടാ തോന്നിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചിരുന്നു. ലൈക്കിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ചാറ്റ് ചെയ്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടോ ഇല്ല കളഞ്ഞു പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങളെന്തിനാ ലൈക്ക് അടിക്കുന്നത്? ഇതിനൊരു കൗതുകം തോന്നിച്ചോ? യജമാനൻ വരാറായും തോന്നുന്നു. നമുക്ക് എന്നിട്ട് സുധിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്തോ എപ്പോഴാണ് പെണ്ണുങ്ങളായിട്ട് പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാൽ നമുക്ക് മെനക്കെടുത്തിക്കാം. എന്നെ എടുക്ക്. അയ്യോ, ഞാനും എടുക്കാൻ മറന്നുപോയി. നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിരുന്നാലേ നീ എടുത്തില്ലേ? ഞാനെടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വയ്ക്കണ്ടേ?
can you share some oil, please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറുപടിയിലല്ലേ ചോദിക്കണത്? അയ്യോ ഞങ്ങളൊന്നും തോന്നരുത്. നമുക്കും കൂടി പകർന്നു തന്നാൽ അത് നിങ്ങൾക്കും തന്നെയാണ് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം പറഞ്ഞ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ പ്രശ്ന വേഷക്കാരോട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമുക്ക് ഇരുന്നത് ബാറ്ററിന്റെ നമുക്ക് ഒരുമിച്ച് ഫെറാറി പോകാം. വെള്ളിയും വേണ്ടിട്ട് അറിയിക്കോ. ഓരോരോ മാരണങ്ങള് കണ്ടാലും ഭയങ്കര ഭക്തിയും പറയും. കയ്യിപ്പാണെങ്കിലും ഇവിടെ പോയി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ച് പണിയൊക്കെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളൊരാൾക്ക് കഥ കളിച്ചെന്നാ തോന്നുന്നു. നമ്മളെ പഠിച്ചൊക്കെ മുന്നോ. എന്റെ പരമായ സംശയം യജമാനൻ വന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഞങ്ങൾ വന്നു. കഥകൾ തുറക്കൂ. ഞങ്ങൾ ഈ വാതിൽ തന്നെയുണ്ട്. ഹലോ തുറക്കൂല. ഹലോ തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 പണിയുള്ളതാ. ഹലോ ഐ ഗോയിങ് ടു ഓപ്പൺ ദി ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയ ഇത്ര പോപ്പുലർ ആയിട്ട് എന്നെ അറിയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താ പേടിച്ചു പോയത്? ഇതിനേക്കാൾ വലിയ ആളുകൾ കേട്ട് പേടിച്ചില്ല. പിന്നെ ഇനി എന്തിനാ നമ്മൾ കളിക്കാൻ? വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുകയും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കത് പേടിയാവുന്നു. വരും, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, തോർത്തും ആർഭാടവും ചെടികൾ മുഴുവൻ ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ.
I love you, Lord. Oh, your mercy never